ലോകരാജ്യങ്ങളിലെല്ലാം വിവിധ രീതികളിൽ വർണ്ണാഭമായി വ്യത്യസ്ത ആചാരങ്ങളോടെ കൊണ്ടാടുന്ന ആഘോഷത്തിന്റെയും ആവേശത്തിന്റെയും ദിനം. എന്നാൽ ക്രിസ്മസ് കെങ്കേമമായി ആഘോഷിക്കുന്ന പകുതിയിലധികം പേർക്കും എന്താണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ് എന്നതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല എന്നത് ദയനീയമായ സത്യമാണ്. ക്രിസ്മസ് ട്രീകളും സാന്റാക്ലോസും നക്ഷത്ര വിളക്കുകളും സമ്മാനങ്ങളും കേക്കുകളും നൃത്ത സംഗീതാരവങ്ങളും മാത്രമായി ചുരുങ്ങുന്ന പലരുടെയും ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഇന്ന് ക്രിസ്തു മിസ്സിംഗ് ആണ്. അതിനാൽ തന്നെ ആഘോഷാരവങ്ങളുടെ പുകമറയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പുൽക്കൂട്ടിലെ ഉണ്ണിക്ക് ചിലതൊക്കെ പറയാനുണ്ട്. മനുഷ്യരെ സ്വർഗത്തിലെത്തിക്കാൻ സ്വർഗം വിട്ട് ഇറങ്ങി വന്ന ഏക ദൈവത്തിന്റെ ചരിത്രം, മനുഷ്യപുത്രരെ ദൈവപുത്രരാക്കാൻ ദൈവപുത്രൻ മനുഷ്യപുത്രനായി മാറിയ സംഭവ കഥ, ചരിത്രത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ലോകത്തിൽ ഭൂജാതനായ ഒരേ ഒരു ശിശുവിന്റെ ജനനത്തിന്റെ അനന്യ ചരിത്രം. ക്രിസ്തു ജനിക്കുന്നതിന് 8 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകനായ ഏശയ്യ പ്രവചിച്ചു. എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും, വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. പ്രത്യാശയും സമാധാനവും നഷ്ടപ്പെട്ട് വിമോചകന് വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരുന്ന ജനതകൾക്ക് പ്രവാചകന്മാരിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകന്റെ ആഗമനമായിരുന്നു ക്രിസ്മസ്. 300-ലധികം പഴയ നിയമ പ്രവചനങ്ങളാണ് യേശു എന്ന മനുഷ്യ ശിശുവിന്റെ ഭൗമിക ജീവിതത്തിലൂടെ പൂർത്തീകരിക്കപ്പെട്ടത്. ലോകത്തെ എന്നേക്കുമായി മാറ്റിമറിച്ച ആ ചരിത്ര സംഭവങ്ങളുടെ ആരംഭമായിരുന്നു യൂദയായിലെ ബെത്ലഹേമിൽ ഒരു കാലിത്തൊഴുത്തിൽ സംഭവിച്ച ദിവ്യ ശിശുവിന്റെ അത്ഭുത ജനനം. കന്യകയിൽ നിന്നുള്ള ജനനം തന്നെയായിരുന്നു യേശുവിന്റെ ജനനത്തിന്റെ ഏറ്റവും വലിയ അനന്യത. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്ന ഏശയ്യ പ്രവചനം നിറവേറ്റിക്കൊണ്ട് ജോസഫുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുക്കിലേക്ക് ഗബ്രിയേൽ ദൂതൻ രക്ഷകന്റെ അമ്മയാകാനുള്ള മംഗളവാർത്തയുമായി അയക്കപ്പെട്ടു. പുരുഷനെ അറിയാത്ത തനിക്ക് ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ള ചോദ്യത്തിന് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും എന്നായിരുന്നു ദൂതൻ നൽകിയ മറുപടി. അങ്ങനെ ചരിത്രത്തിൽ അതിനു മുൻപോ അതിനു ശേഷമോ ഒരിക്കലും സംഭവിക്കാത്ത വിധം മനുഷ്യബുദ്ധിക്കും യുക്തിക്കും അഗ്രാഹ്യമായ വിധത്തിൽ കന്യകയായിരുന്ന മറിയത്തിന്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ ലോകരക്ഷകൻ മനുഷ്യരൂപം പ്രാപിച്ചു. ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവൻ നിലനിർത്തിക്കൊണ്ട് തന്നെ പൂർണ്ണ മനുഷ്യന്റെ എല്ലാ ഭാവങ്ങളും സ്വീകരിക്കാൻ ദൈവപുത്രന് കന്യകാ ജനനം അനിവാര്യമായിരുന്നു. അങ്ങനെ സർവപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് തന്റെ സൃഷ്ടികളിൽ ഒരാളായ മറിയത്തിന്റെ ഉദരത്തിൽ സ്വയം ഒരു സൃഷ്ടിയുടെ തലത്തിലേക്ക് ശൂന്യനായി മനുഷ്യനായി അവതരിച്ചു. ദൈവത്തെ തേടി നടക്കുന്ന മനുഷ്യരെ ചരിത്രത്തിലുടനീളം നാം കാണുന്നുണ്ട്. എന്നാൽ മനുഷ്യരെ തേടി വന്ന ദൈവം
മനുഷ്യരോടൊപ്പം ആയിരിക്കാൻ മനുഷ്യനായി അവതരിച്ച ഒരേ ഒരു സംഭവമാണ് ക്രിസ്മസ്. ചരിത്രം കുറിച്ച അനേകം നേതാക്കന്മാരും ചരിത്രം തിരുത്തിയ അനേകം രാജാക്കന്മാരും ചരിത്രമായി മാറിയ ഇതിഹാസ താരങ്ങളും ലോകത്തിൽ അനവധി പേർ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ചരിത്രത്തെ രണ്ടായി വിഭജിച്ച ഒരുവൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ചരിത്രം ഭേദിച്ച ആ രാജാവിന്റെ തിരുപ്പിറവിയാണ് ക്രിസ്മസ്. ഏദൻ തോട്ടത്തിൽ വെച്ച് പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്ന മനുഷ്യനെ വീണ്ടും ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ സ്വർഗത്തിലെ മഹത്വത്തിന്റെ സിംഹാസനം വെടിഞ്ഞ് ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മഹാസംഭവമാണ് ക്രിസ്മസ്. ക്രിസ്മസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ക്രിസ്തുവിന്റെ ബലി എന്നാണ്. കാലിത്തൊഴുത്തിൽ ആരംഭിച്ച് കാൽവരിയിൽ പൂർത്തിയാക്കപ്പെട്ട ദൈവം തന്നെയായവന്റെ ബലിയാണ് ക്രിസ്മസിന്റെ അന്തസത്ത. കൊട്ടാരങ്ങളിൽ സേവകരുടെ അകമ്പടിയോടെ ജനങ്ങളെ അടക്കി ഭരിച്ചിരുന്ന റോമൻ സാമ്രാജ്യത്തിന്റെ ക്രൂര ആധിപത്യത്തെ തകർത്തെറിയുന്നവൻ എന്ന മനുഷ്യ സങ്കല്പങ്ങൾക്കപ്പുറം പച്ചയായ മനുഷ്യന്റെ എല്ലാ കഷ്ടപ്പാടുകളും പരാധീനതകളും സ്വയം അനുഭവിച്ചുകൊണ്ട് പുൽത്തൊട്ടിയിൽ പിള്ളക്കച്ചകളാൽ പൊതിയപ്പെട്ട് സ്നേഹത്തിന്റെയും എളിമയുടെയും മൂർത്തിഭാവമായി അവതരിച്ച സ്വർഗത്തിന്റെയും ഭൂമിയുടെയും അധിപതിയുടെ മനുഷ്യാവതാരമാണ് ക്രിസ്മസിന്റെ ശ്രേഷ്ഠത. ചരിത്രത്തിലെ എല്ലാ രാജാക്കന്മാരും ജനിച്ച ശേഷമാണ് രാജാവായത് എങ്കിൽ ജനിച്ചപ്പോഴേ രാജാവായി ജനിച്ച ഏക നേതാവിന്റെ പിറവിയാണ് ക്രിസ്മസിന്റെ കാതൽ. ശിശുക്കൾ ജനിക്കുന്നത് എക്കാലവും സന്തോഷ വാർത്തയാണ്. എന്നാൽ ഒരു ശിശുവിന്റെ ജനനത്തെ പറ്റിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്തയുമായി സ്വർഗത്തിൽ നിന്ന് മാലാഖമാർ ഭൂമിയിൽ പലരുടെ അടുക്കൽ വരുന്നതും രക്ഷകനായി അവതരിച്ച ദൈവപുത്രനെ പ്രകീർത്തിച്ച് ഭൂമിയിൽ ആനന്ദാരവം മുഴക്കുന്നതും ബെത്ലഹേമിൽ യേശു ജനിച്ച വേളയിൽ മാത്രമായിരുന്നു. യേശുവിന്റെ ജനന വാർത്ത കേൾക്കുകയും ഗർഭധാരണ നിമിഷം മുതൽ ദിവ്യ ശിശുവിനെ കണ്ടുമുട്ടുകയും ചെയ്തവർക്കെല്ലാം അത് ഒരു സന്തോഷത്തിന്റെ സദ്വാർത്തയായി പരിണമിച്ചു. യേശുവിനെ ഗർഭം ധരിച്ച പരിശുദ്ധ മറിയം തന്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ സന്ദർശിച്ച അവസരത്തിൽ എലിസബത്ത് ആത്മസന്തോഷത്താൽ നിറയുകയും അവളുടെ ഉദരത്തിലെ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടുകയും ചെയ്തതായി നാം കാണുന്നുണ്ട്. ദൈവത്തിന്റെ ഹൃദയത്തുടുപ്പുകൾ സ്വശരീരത്തിന്റെ ഭാഗമാകാൻ അനുഗ്രഹം സിദ്ധിച്ച മറിയമാകട്ടെ ഇപ്രകാരം പ്രഘോഷിച്ചു: എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ദൈവപുത്രന് ഭൂമിയിൽ പിതൃത്വം നൽകാൻ നിയോഗിക്കപ്പെട്ട ജോസഫിനും കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു: മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. വീണ്ടും ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുടെ അടുക്കൽ കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷനായി പറഞ്ഞു: ഇതാ, സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു.
ആട്ടിടയർ ബെത്ലഹേമിലേക്ക് പോയി ദൂതൻ പറഞ്ഞ പ്രകാരം പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരുന്ന ശിശുവിനെ കണ്ടു വണങ്ങുകയും തങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്തു. കിഴക്കുദിച്ച നക്ഷത്രം കണ്ട് യഹൂദരുടെ രാജാവായി ജനിച്ചവനെ കണ്ടു വണങ്ങേണ്ടതിന് പൗരസ്ത്യ ദേശത്തു നിന്നെത്തിയ ജ്ഞാനികളും ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിക്കുകയും ചെയ്തു. രക്ഷകനായി ജനിച്ച രാജാവിനെ ഇല്ലാതാക്കാനുള്ള ഹേറോദേസിന്റെ പദ്ധതികളെ നിർവീര്യമാക്കുന്നതിനായി അവർക്കും സ്വർഗത്തിന്റെ മുന്നറിയിപ്പ് ലഭിക്കുകയും അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോകുകയും ചെയ്തു. ലോകദൃഷ്ടിയിൽ പണ്ഡിതരായവർക്കും പാവപ്പെട്ടവർക്കും സ്വർഗം നേരിട്ട് വെളിപ്പെടുത്തിയ ശ്രേഷ്ഠ ജനനമായിരുന്നു കാലിത്തൊഴുത്തിലെ യേശുവിന്റെ പിറവി. ഇത്രയധികം സ്വർഗീയ സന്ദേശങ്ങളും ദൈവിക ദൂതുകളുമായി ഭൂമിയിൽ ആരുടെയും പിറവി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ആ അത്ഭുത ശിശുവിന്റെ ജനനമാണ് ക്രിസ്മസിൽ ആഘോഷിക്കുന്നത്. അതാകണം ക്രിസ്മസ് ആഘോഷങ്ങളിൽ അഗ്രഗണ്യമായ സ്ഥാനത്ത് എന്നും എപ്പോഴും ഉണ്ടാകേണ്ടത്. വിവിധ കാലഘട്ടങ്ങളിൽ പല രാജ്യങ്ങളിൽ പരസ്പരം അറിയാതെ ജീവിച്ചിരുന്ന അനേകം പ്രവാചകന്മാരിലൂടെ ദൈവം മുൻകൂട്ടി അരുൾ ചെയ്ത പ്രവചനങ്ങളുടെ സാക്ഷാത്കാരമായിരുന്നു ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ സംഭവിച്ച ദിവ്യ ശിശുവിന്റെ തിരുപ്പിറവി. വരാനിരുന്ന നിത്യരാജാവായ രക്ഷകൻ എങ്ങനെ, എവിടെ വച്ച്, ആരിൽ നിന്ന് ജനിക്കണം എന്നും രക്ഷകന്റെ പിറവിയോട് അനുബന്ധിച്ച് നടക്കാനിരുന്ന സംഭവ വികാസങ്ങൾ എന്തെല്ലാമെന്നുമൊക്കെ മുന്നമേ ദൈവം നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തിയിരുന്നു. യേശയ്യ 7:14 പറയുന്നു, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. യേശയ്യ 7 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവചിച്ച ശിശു കന്യകയായ മറിയത്തിന്റെ പുത്രനായ യേശു തന്നെയാണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് ഗബ്രിയേൽ ദൂതനിലൂടെ മറിയത്തിന് ലഭിച്ച മംഗളവാർത്ത വിവരിച്ച ശേഷം മത്തായി സുവിശേഷകൻ ഇപ്രകാരം കൂട്ടിച്ചേർത്തു, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുൾ ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. മിക്ക 5:2 പ്രവചനം പറയുന്നു, ബെത്ലഹേം എഫ്രാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്നും പുറപ്പെടും, അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. ഈ പ്രവചനം പൂർത്തീകരിക്കപ്പെടേണ്ടതിനായിരുന്നു ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടത്. അങ്ങനെ ബെത്ലഹേമിൽ നിന്ന് പുറപ്പെടാനിരുന്ന ഭരണാധികാരിയുടെ ജനനത്തിന് ആധികാരിക തെളിവെന്നോണം ജോസഫിന്റെ മകനായ യേശു എന്ന നാമം ചരിത്ര രേഖകളിൽ ഇടം നേടി. നിത്യനായ ദൈവവും അമർത്യനായ രാജാവുമായവൻ മർത്യരൂപം പൂണ്ടപ്പോൾ സ്വീകരിച്ച യേശു എന്ന ശിശുവിന്റെ നാമം കണക്കെടുപ്പിന്റെ ഭാഗമായി ചരിത്രത്തിൽ കുറിക്കപ്പെട്ടു. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജനിച്ച യേശു എന്ന ശിശു തന്നെപ്പറ്റി എഴുതപ്പെട്ടവയെല്ലാം നിറവേറ്റി ജനിച്ചു.
പോലെ നസ്രത്തിൽ വളർന്നു. എഴുതപ്പെട്ടതുപോലെ ജീവിച്ചു. എഴുതപ്പെട്ടതുപോലെ അവൻ ഇമ്മാനുവേലായി, മനുഷ്യരിൽ ഒരുവനായി. മനുഷ്യരോടൊപ്പം 33 വർഷക്കാലം ജീവിച്ചു. ദരിദ്രർക്ക് സാമീപ്യം പകർന്ന് അവിടുന്ന് സുവിശേഷം അറിയിച്ചു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും അവൻ പ്രദാനം ചെയ്തു. മരിച്ചവരെ ഉയർപ്പിച്ചും രോഗങ്ങൾ സൗഖ്യമാക്കിയും അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. ഒടുവിൽ അവസാന അത്താഴ ബലിയിൽ സ്നേഹത്തിന്റെ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് യേശു പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് തന്റെ ശരീര രക്തങ്ങൾ മനുഷ്യർക്കായി പകർത്തു നൽകി. തന്നിൽ വിശ്വസിക്കുന്നവരെ തന്നോട് ചേർക്കാൻ, അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ വീണ്ടും വരുവോളം ഇമ്മാനുവേലായി ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ആ ശിശു പരിശുദ്ധ കുർബാനയിൽ നമ്മോടൊപ്പമുണ്ട്. സെഹിയോൻ മാളികയിൽ തന്റെ ശരീര രക്തങ്ങൾ പകുത്തു നൽകിയ ശേഷം 33-ാം വയസ്സിൽ അവൻ എഴുതപ്പെട്ടതുപോലെ തന്നെ കുരിശിൽ മരിച്ചു. ദിവസക്കാലം പ്രവചന പ്രകാരം അവൻ കല്ലറയിൽ അടക്കപ്പെട്ടു. എന്നാൽ വീണ്ടും തിരുലിഖിതങ്ങളിൽ എഴുതപ്പെട്ടതുപോലെ അവൻ 3-ാം ദിവസം മഹത്വപൂർണനായി ഉയർപ്പിക്കപ്പെട്ടു. അങ്ങനെ പാപത്തിന്റെയും മരണത്തിന്റെയും മേൽ വിജയം നേടി നിത്യജീവന്റെ വാതിലുകൾ മനുഷ്യർക്കായി തുറന്നു നൽകിയ മാനവ ചരിത്രത്തിലെ ഏക വ്യക്തിയായി ബെത്ലഹേമിലെ പുൽത്തൊട്ടിയിൽ ജനിച്ച ശിശു കാലാന്തരത്തിൽ ചരിത്രം കുറിച്ചു. മനുഷ്യ സഹജമായ പ്രലോഭനങ്ങളെയെല്ലാം നേരിട്ട് ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ ജീവിത ഘട്ടങ്ങളിലൂടെയും കടന്നുപോയവനായിരുന്നു മനുഷ്യാവതാരം ചെയ്ത ദൈവം തന്നെയായ യേശു. എഴുതപ്പെട്ട പ്രവചനങ്ങളെല്ലാം തന്റെ ജനനത്തിലൂടെയും ജീവിതത്തിലൂടെയും മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും പൂർത്തീകരിച്ച ഒരാളും യേശുവിന് മുൻപോ ശേഷമോ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. BC AD എന്ന് ലോക ചരിത്രത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ഭൂമുഖത്ത് പിറന്ന ഏക വ്യക്തിയായിരുന്നു ദൈവം തന്നെയായ യേശുക്രിസ്തു. ഏതൊരു മതസ്ഥനും നിരീശ്വരവാദികൾ പോലും ജനനതീയതി കുറിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ പ്രഖ്യാപിക്കുന്നത് ക്രിസ്തുവിന്റെ ജനനത്തിന് ഇത്ര വർഷങ്ങൾക്കും ദിവസങ്ങൾക്കും ശേഷമാണ് താൻ ജനിച്ചത് എന്നാണ്. അതായത് ചുരുക്കത്തിൽ ലോകത്തിൽ ആദ്യമായും അവസാനമായുമായിരുന്നു മേൽപ്പറഞ്ഞ സവിശേഷതകളോട് കൂടിയ ഒരു ശിശു ഭൂജാതനായത്. അതാണ് ക്രിസ്മസിന്റെ അനന്യത. അതുതന്നെയാകണം ക്രിസ്മസ് ആഘോഷങ്ങളിൽ 1-ാം സ്ഥാനത്തുണ്ടാകേണ്ട ചേതോ വികാരവും. ഏവർക്കും ക്രിസ്മസിന്റെ അനന്യതയുടെയും അനിവാര്യതയുടെയും പ്രാർത്ഥന ആശംസകൾ. ഉണ്ണീശോ ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.
2,000 years ago, 2,000 years ago, 2,000 years ago, a child was born